24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജും വയനാട് പുനരധിവാസവും ഉൾപ്പെടെ കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കൊന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായില്ല. എയിംസ് പ്രഖ്യാപനം, സെമി ഹൈസ്പീഡ് റെയിൽ തുടങ്ങി കേരളത്തിന്റെ ദീർഘകാല ആവശ്യങ്ങളും പരിഗണിക്കപ്പെട്ടില്ല. എന്നാൽ കാർഷിക, വിദ്യാഭ്യാസ, IT, തൊഴിൽ മേഖലകളിലെ വിവിധ പദ്ധതികളുടെ പ്രയോക്താക്കളാകാൻ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിനാകും. കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് കരകയറാൻ 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ഉൾപ്പെടെ 14 ആവശ്യങ്ങളായിരുന്നു കേരളം മുന്നോട്ട് വെച്ചത്. എന്നാൽ അക്കാര്യങ്ങളൊന്നും ബജറ്റിൽ പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ തവണയും 20,000 കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേരളം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ ആവർത്തനം തന്നെയായിരുന്നു ഇക്കുറിയും. വയനാട് പുനരധിവാസത്തിനായി 2,000 കോടി രൂപ എന്ന നാളുകളായുള്ള ആവശ്യത്തിനും തീരുമാനമായില്ല. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും നേരിടാൻ 4,500 കോടി രൂപ, തീരശോഷണത്തിന് 1,300 കോടി, വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് 1,000 കോടി, വിഴിഞ്ഞം പദ്ധതിക്ക് 5,000 കോടി തുടങ്ങി കേരളം മുന്നോട്ട് വെച്ച പരിഗണനാ വിഷയങ്ങളൊന്നും ബജറ്റിൽ പ്രതിപാദിച്ചിട്ടില്ല. അതേസമയം ഇന്ത്യയിലെ മുഴുവൻ IIT-കൾക്കുമായി നീക്കിവെച്ച തുകയുടെ ഒരു വിഹിതം പാലക്കാട് IIT-ക്കായി കേരളത്തിന് കിട്ടും. 50 വർഷത്തേക്ക് സംസ്ഥാനങ്ങൾക്ക് വിവിധ പദ്ധതികൾക്കായി പലിശരഹിത വായ്പ 1.25 ലക്ഷം കോടി രൂപ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിലൊരു വിഹിതം കേരളത്തിനും ലഭിക്കും. എന്നാൽ പദ്ധതികളുടെ രൂപരേഖ സമർപ്പിച്ചാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, സംരംഭക, തൊഴിൽ, IT മേഖലകളിലൊക്കെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഇതിന്റെയൊക്കെ പ്രയോക്താക്കളാകാൻ സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിനാകും. എന്നാൽ കേരളം പ്രത്യേകമായി ആവശ്യപ്പെട്ട സഹായങ്ങളാണ് ബജറ്റിൽ പരിഗണിക്കാതെ പോയത്. ഒപ്പം ദീർഘകാല ആവശ്യങ്ങളായ എയിംസ് പ്രഖ്യാപനം, അങ്കമാലി ശബരി എക്സ്പ്രസ്, സെമി ഹൈസ്പീഡ് റെയിൽ തുടങ്ങിയവയും വെളിച്ചം കണ്ടില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.